എന്റെ ചേട്ടാ, എന്റെ മനസ്സങ്ങ് നിറഞ്ഞു ചേട്ടാ. നമ്മുടെ മോളിലെ ഒരു ഭാഗ്യം ചെയ്ത കൊച്ചാവള്. ഒരു തങ്കം പോലത്തെ ഒരു ഭർത്താവിനെ അവൾക്ക് കിട്ടിയേക്കുന്നത്. ആ ചെറുക്കൻ അവൾക്ക് ഒരു സഹായിക. അടുക്കളയിലാണേലും എന്തെങ്കിലും വൃത്തിയാക്കാനാണേലും മോനാണെങ്കിൽ അവിടെ കൂടെ തന്നെ നിൽക്കും. വന്യഭാവമൊന്നുമില്ലാത്തൊരു പാവ ചെക്കനാവൻ. ആനടി സംഭവം ശരിയാ. ഞാൻ ഇന്ന് രാവിലെ നോക്കുമ്പോണ്ടല്ലോ മുറ്റത്ത് അവള് നിന്ന് തൂത്തോണ്ട് നിൽക്കുക. അവൻ പുറകിന് ചെന്ന് അവളുടെ ആ ചൂല് മേടിച്ച് അവനോട് ഒന്ന് തൂത്തു. അയ്യോ, ഉള്ളതാണോ? ഞാൻ നോക്കിയപ്പോഴത്തേക്ക് രണ്ട് ഇണക്കുരുവികൾ നിൽക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. മെയ്ഡ് ഫോർ ഈച്ച് എന്നൊക്കെ പറയുന്ന പോലെ. ഓ ദൈവം, ഓരോ ഭാഗ്യങ്ങളാണേ. ചേട്ടാ, ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. എന്താ ചേട്ടൻ കേൾക്കണോ? ഞാൻ അടുക്കള ചെന്നപ്പോ നമ്മുടെ മോനിന്നവൻ കഴിച്ച പാത്രം കഴുകുന്നു. അവളാണെങ്കിലല്ലോ അവിടെ മാറി ഇന്ന് മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കുന്ന അവളൊരു പെണ്ണാണോ ചേട്ടാ അവള്? നീ അങ്ങോട്ട് ചോദിക്കാമായിരുന്നു അവളോട്. ഞാൻ അവളോട് ചോദിച്ചില്ല, ഞാൻ അവനോട് ചോദിച്ചു. അന്നേരം അവൻ പറയുവാ ചില ദിവസം അവൻ ചായ കുടിച്ച ഗ്ലാസ്സും അവനാ കഴുകി വെച്ചേക്കുന്നതിന്. അവളോടൊക്കെ ചോദിക്കാൻ പറ്റുമോ? സംസ്കാരമില്ലാത്ത കെട്ട പെണ്ണ് ചോദിക്കാൻ പറ്റുമോ അവളോടൊക്കെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞ ദിവസം. എന്തുവാ ചേട്ടാ? ടെൻഷനായിട്ട് ഞാൻ പറയാം. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവനെ ഒരിടത്തിന്റെ മൂലക്കോട്ട് പമ്മി നടന്നു പോവാണ് വേസ്റ്റ് കൊണ്ട് കളയാൻ. പ്രഷർ കയറ്റല്ലേ. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ഇങ്ങനെയാണോ വളർത്തിയത്? എന്റെ ദൈവമേ, ഇതാരുടെ സ്വഭാവമാണോ ഇവൻ ഈ കിട്ടിയേക്കുന്നത്? എന്റെ ചേട്ടാ, ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ